അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. റഫാലിന്റെ എതിരാളിയായ യൂറോഫൈറ്റർ എന്ന കമ്പനിക്കായി മിഷേൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് മോദിയുടെ വിമർശനം. മിഷേൽ മാമൻ വേറെ ചില കമ്പനിക്കായി സ്വാധീനിക്കുകയായിരുന്നു. നേരത്തെ ശബ്ദമുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ മറുപടി പറഞ്ഞേ തീരൂ. മിഷേൽ മാമനുമായി ഉണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു? അവർ മറുപടി പറയില്ല. കാവൽക്കാരൻ അതിനെക്കുറിച്ച് ചോദിക്കില്ലെന്ന് കരുതിയോ? മോദി പരിഹസിക്കുന്നു. മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നടന്ന റാലിക്കിടെയായിരുന്നു ആരുടെയും പേരെടുത്ത് പറയാതെ മോദി പരിഹസിച്ചത്. പ്രതിഫലം പറ്റിയ ആളുകളുടെ സുഹൃത്തുക്കൾ കാവൽക്കാരനെ ഭയപ്പെടുത്താമെന്ന് സ്വപ്നം കാണുകയാണ്. പക്ഷെ അവരെല്ലാം നിരാശപ്പെടാൻ പോവുകയാണ്. കാവൽക്കാരൻ ഭയക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന ആളല്ല. അവർക്ക് തന്റെ നേരെയുള്ള ആക്ഷേപങ്ങൾ തുടരാം, പക്ഷെ ഈ ശുദ്ധീകരണ യജ്ഞം തുടരുക തന്നെ ചെയ്യുമെന്ന് മോദി പറഞ്ഞു. ഡാസോ കമ്പനിയുമായുള്ള റഫാൽ കരാർ ഇന്ത്യ ഒപ്പിടുന്നതിന് മുൻപായി റഫാലിന്റെ മുഖ്യ എതിരാളിയായ യൂറോഫൈറ്ററിനായി സ്വാധീനം ചെലുത്താനായി ക്രിസ്റ്റ്യൻ മിഷേൽ പ്രവർത്തിച്ചിരുന്നതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു അഗസ്റ്റ മധ്യസ്ഥനിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായതെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു. നേരത്തെ റഫാൽ ഇടപാടിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ കാവൽക്കാരൻ കള്ളനാണ് എന്ന പ്രയോഗം രാഹുൽ ഉയർത്തിയത് വിവാദമായിരുന്നു. നിങ്ങൾ ഈ കാവൽക്കാരനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും റാലിയിൽ ജനക്കൂട്ടത്തോട് പ്രധാനമന്ത്രി ചോദിച്ചു. മിഷേൽ മാമന്റെ ഇടപെടലുകൾ കാരണമാണ് കരാർ നിന്നുപോയതെന്നും മോദി ആരോപിച്ചു. കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് നടത്തിയ VVIP ഹെലികോപ്റ്റർ ഇടപാടിൽ അഴിമതി കുറ്റത്തിന് പിടിയിലായ ക്രിസ്റ്റ്യൻ മിഷേലിന് രാഹുൽ ഗാന്ധിയുമായും ഗാന്ധി കുടുംബവുമായും അടുപ്പമുള്ളതായി BJP ആരോപിച്ചിരുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ ഡൽഹി പട്യാല ഹൗസ് കോടതി ഫെബ്രുവരി 26 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഡിസംബർ 22 മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു മിഷേൽ. ദുബായിൽ അറസ്റ്റിലായ മിഷേലിനെ കഴിഞ്ഞ മാസം ആദ്യമാണ് ഇന്ത്യയിലെത്തിച്ചത്. ആദ്യം CBI മിഷേലിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു.